ഹലോ മക്കളെ, എന്തില്ല സുഖല്ലേ? കൊറേ ദിവസമായില്ലേ കണ്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ദിവസത്തിന്റെ തുടക്കം രാവിലെ ഇല്ല, അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എണീച്ചെങ്കിൽ ഒരു 10-11 മണിക്ക് ഞാൻ ഇങ്ങനെ ഞെളിഞ്ഞെണീക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ KCB 2 മണിക്കെല്ലാം കറണ്ട് ഓഫ് ആക്കി ഞാൻ എണീച്ച പറഞ്ഞ ഈ ഫാനിന് 2 മുത്തം കൊടുക്കുന്നുണ്ട്. ഇവനുള്ളതുകൊണ്ട് മാത്രം ഞാൻ സുഖമായിട്ട് ഇന്നലെ കിടന്ന് ഉറങ്ങി. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ എവിടെയും കൊടുക്കുന്നത് വേണമെങ്കിൽ വായിച്ചോ. എന്നിട്ട് ഇങ്ങനെ കിളി പോയ പോലെ നോക്കുന്നുണ്ടിട്ട് മൂലം ചോറിട്ട് നേരെ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡെല്ലാം എന്തെല്ലാം തിന്നതൊന്നും കാണിക്കുന്നില്ല. ഫുഡെല്ലാം തിന്നെല്ലാം കാണിച്ചിട്ട് എന്തിനാ? അതുകൊണ്ട് ഫുഡെല്ലാം തിന്നു കഴിഞ്ഞ് മുഖമെല്ലാം കഴുകി നല്ല പലെല്ലാം തേച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ എന്റെ വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പഴയ ട്രിമ്മർ അടിച്ചു. ഇതാണ് എന്റെ ഇപ്പത്തെ ലേറ്റസ്റ്റ് ട്രിമ്മർ. ഇതൊരു ചെറിയ സാധനമാണെങ്കിൽ കിടിലാൻ പോലത്തെ സാധനമാണ്. ഞാൻ ബ്ലേഡ് യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് യൂസ് ചെയ്ത് എനിക്ക് ഫുള്ള് മുഖത്തിലും എന്റെ കുഞ്ഞു പിമ്പിൾ വരും. ഇതാകുമ്പോൾ പിമ്പിൾസും അതുപോലെ തന്നെ മറ്റേ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടിലം പോലെ ഇതിനെ കൊണ്ട് ഷേവ് ചെയ്ത് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ചെറിയ പൈസയുള്ളൂ, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ സാധനം. ബ്ലേഡ് വെച്ച് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിനെ ഷേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് കുറച്ച് വീഡിയോ റെക്കോർഡെല്ലാം ചെയ്യാണ്ട് ഞാൻ എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാണിച്ചിട്ട്. പിന്നെ എന്റെ ടൈമിൽ ഈ ഒരു ട്രിമ്മറും കൂടി ഉണ്ട് ഗൈസ്. ഈ 2 ട്രിമ്മറാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇത് വലിയ താടി വന്ന പഠിക്കാനുള്ളത്, മറ്റേത് ചെറിയ താടി വന്ന പഠിക്കാനുള്ളത്. പിന്നെ താടിയൊന്നും ഇല്ല, എന്നാലും ഇല്ലാത്ത താടി ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് ഒരു ട്രിമ്മർ വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇല്ലാത്ത താടി പഠിച്ചിട്ട് കണ്ണാടിയിൽ ഞാൻ എന്റെ മൊഞ്ച് നോക്കുന്നുണ്ട്. എന്താ അറിയത്തില്ല, രാവിലെ നോക്കുമ്പോൾ നല്ല മൊഞ്ചായിരിക്കും, പക്ഷെ ഉച്ചക്ക് നോക്കുമ്പോൾ രണ്ട് ചറുകണം പിടിച്ച തീട്ടം പോലെ ഉണ്ടാവും. അത് എനിക്ക് പിന്നെ വൈകുന്നേരം നോക്കുമ്പോൾ നല്ല മൊഞ്ചായിരിക്കും, പക്ഷെ രാത്രി ആകുമ്പോൾ പിന്നെയും ചറുകണം പിടിച്ച് തീട്ടം പോലെ ഉണ്ടാവും. ഇത് അനക്ക് മാത്രമാണ് അല്ലെ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ എന്റെ ഈ കുരിപ്പ് പോകുന്നുണ്ട്. ഇത് എന്തിനാ ഇവന് ഈ റൂമിലില്ല, എന്തോ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയും, ഞാൻ ഈ കുറെ സ്റ്റിക്കറുമായി ഒട്ടിച്ചു വെച്ചിന്. ഇത് ഇവനിക്ക് അടിച്ചു മാറ്റണം. രണ്ട് അലമാരന്റെ മണ്ടക്കൊക്കെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിന്. ഇത് ഒരു സ്റ്റിക്കർ പോലും ഞാൻ എനിക്ക് കൊടുത്തിട്ടില്ല. അതിനെ അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് വന്നതാണ് എന്റെ റൂമിൽ. കള്ളക്കളി കളിക്കുന്നേ ഇനി കള്ളക്കളി കളിക്കുന്നേ എന്നാ കള്ളക്കളി കളിക്കുന്നേ? നീ ഇന്ന് അടിച്ചു മാറ്റാൻ നോക്കുന്ന എന്താ അടിച്ചു മാറ്റാൻ നോക്കുന്നേ? ഇത് ഷഡ്ഡി ആയിക്കട്ടെ, എന്നെ ചുക്കാമണി എക്സ്പോസ് ചെയ്യട്ടെ. എനിക്ക് സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് റൂമിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള സംഭവം ഇതൊക്കെയാ. അതിന്റെ അടിയിൽ കയറി കുത്തിയിട്ടല്ലോ കളിക്കുന്നത്. പല്ലിയൊക്കെ പോലെയാണ് കഴിച്ച്. ഞാൻ റൂം തുറന്ന് അപ്പം കയറിയിട്ട് അവിടെ എവിടെയെല്ലാം ഒളിച്ചിരിക്കും. ഇവന്റെ പരിപാടി എങ്ങനെയാണ് ഞാൻ പോലും അറിയത്തില്ല. ഞാൻ ചിലത് ഇവനെ റൂമിൽ വെച്ചിട്ട് അങ്ങ് പോകും പൂട്ടിയിട്ടിട്ട്. കാരണം ഞാൻ അറിയൂല ഇവനുള്ള കാര്യം. അപ്പം ഞാൻ എന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ വെക്കുന്നുണ്ട്. ലൈറ്റ് ഞാൻ ഡയറക്റ്റിന്റെ മോന്തൊക്കെ അടിച്ചിട്ട് വെക്കാറില്ല. ഇതേപോലെ ചുമരിന്റെ ഭാഗത്തേക്കാണ് വെക്കാറില്ല. 2 ലൈറ്റാണ് എനിക്കുള്ളത്. ഞാൻ എങ്ങനെ എന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റപ്പ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ലേക്കെല്ലാം അടിക്കാട്ടോ. ഇതാണ് എന്റെ പുതിയ കസേര. എന്റെ പഴയ കസേര എടുത്ത് ഞാൻ ചാടി കൈസ്. എന്നിട്ട് ക്യാമറ മുഖത്തേക്ക് ഇങ്ങനെ നേരെ വെക്കും. എന്നിട്ട് ഇവിടുന്ന് ഞാൻ അപരാധം പറയും. എന്നിട്ട് ഞാൻ അപരാധം പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിടാറുള്ളത്. ഞാൻ ഈ ഓരോന്ന് കളിക്കുന്നുണ്ട്, ഒരുത്തിന് അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. കണക്കണ് പറഞ്ഞിട്ട് കേട്ടാ ചിരിക്കുന്നുണ്ട് ഇതിന്റെ അടിയിൽ നിന്ന്. അത് മാത്രമല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ എന്റെ കാല് പിടിച്ചിട്ട് നിലത്ത് വെപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കൊരു ബോംബ് കിട്ടുകയാണ്. ഉറപ്പായിട്ട് ഞാൻ KCB തലയെ കൊണ്ടുപോയിട്ട് വിടും. ഈ ചെറുത്താങ്കൾ മറ്റേ എന്തെന്ന വളിയിടുന്ന പോലെ കറണ്ട് ഓഫ് ആക്കുന്നത്. തോട്ടയെ പിടിച്ചതിനല്ലേ കറണ്ട് ഓഫ് ആക്കും. ഒരു പരിപാടി നടക്കുന്നില്ല ഈ നാട്ടിൽ. എനിക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഏടെങ്കിലും പോകണം കറണ്ട് ഉള്ള സ്ഥലത്തേക്ക്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അപ്പം കറണ്ട് നോക്കും. ഒരു ദിവസത്തിന്റെ പകുതി കറണ്ട് ഓഫ് ആക്കിയിട്ട് ഇവരങ്ങ് പോക്കും. എന്താ പിന്നെ ചെയ്യാൻ പറ്റാനി? മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? എന്തെങ്കിലും ചെയ്താലോ ജീവിക്കാൻ പറ്റും. കറണ്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? കറണ്ട് പോയ സങ്കടത്തിൽ ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് ആവിയൊക്കെ ഇടുന്നുണ്ട്, ഉറക്കലം വരുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും എല്ലാം വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ എനിക്ക് ഫുള്ള് മടിയാണ്, ഒന്നും നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് KCBന്റെ അവരാധം. എന്തായാലും എനിക്ക് കറണ്ട് കുറെ സമയം എടുക്കും. അപ്പം വിചാരിച്ചെന്റെ റൂമൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അധികം ഡീപ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അത്ര സമയം ഒന്നും വർക്ക് ചെയ്യാനുള്ള സമയം എനിക്കില്ല. കാരണം എനിക്ക് വൈകുന്നേരം ജിമ്മിനും കൂടി പോകാനുള്ളതാണ്. ഞാൻ ഇവനോട് പറഞ്ഞാൽ എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ. ഓൻ അത് കേട്ടപാടം തന്നെ മറ്റേ ബോധം കെട്ട പോലെ കടന്നിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഗൈസ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ റൂമിൽ മായിച്ചിരിക്കുന്ന മൈക്ക്. ഇത് ഒരു 1.5 മൈക്കാണ്. ഈ മൈക്കിൽ കൂടെയാണ് നിങ്ങൾ ഇപ്പൊ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ് എന്റെ സെറ്റപ്പിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ എന്റെ വയസ്സ് ഒക്കെ ഭയങ്കര മാനേജബിൾ ആണ്. എന്റെ വയസ്സൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിന്റെ ബാക്കിൽ പോയാൽ മാത്രം ഇങ്ങനെ കുറച്ച് വയസ്സ് കാണാൻ പറ്റും. ബാക്കി മൊത്തം ഞാൻ ടാഗ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ എന്റെ അടിയിലൊക്കെ നോക്കി കാണുക. വയസ്സൊന്നും കാണുന്നില്ല. എല്ലാം ഫുള്ള് ടാഗ് ഇട്ട് സെറ്റ് ആക്കി ഞാൻ സൂപ്പറാണ് മോനെ. അപ്പൊ നമ്മൾ കുറച്ചായിട്ട് ക്ലീൻ ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ബെഡാണ് എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യല്. കാരണം ബെഡിലാണ് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. ഇവൻ ആദ്യം ക്ലീൻ ആക്കി തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് ഒരു 5 റുപ്യ ലേസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് വശീകരിക്കപ്പെട്ടു. ഹലോ ഗായ്സ്, ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ പോകുന്ന തുണിയെല്ലാം കാണിച്ചു. ഹലോ ഗായ്സ്, ഞാൻ റൂം ക്ലീൻ ആക്കാൻ പോകുന്നു.
ഗൈസ് ഈ ഒരു ചെറിയ വാക്യൂം ക്ലീനറാണ്, ഇനി ചെറിയ പൈസയാണ്, 100,000 അടിയിലാണ് ഇതിന്റെ പൈസ. പക്ഷെ ഇതിനെ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് അറിയോ? നല്ല കിണ്ണം പോലെ എല്ലാ പൊടിയും ക്ലീൻ ആക്കുക, കണ്ണാടി അവിടെ ഇവിടെ ഇവിടെ അവിടെ മൊത്തം ഇല്ല മൊത്തം ക്ലീൻ ചെയ്യുക. അത്രയ്ക്കും കഴിയുന്ന സാധനം. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും കൊടുക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെയുള്ള പൊടിയൊക്കെ എടുക്കുന്നത്. ഞാൻ അധികം ഡീപ് ക്ലീൻ ചെയ്യാറില്ല, സാധാരണ എന്റെ റൂം ഞാൻ മൊത്തം ഡീപ് ക്ലീൻ ചെയ്യും. 5 ഉറുപ്പിന്റെ ലേസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരുത്തിനെ കണ്ട ഗൈസ്. കുണ്ടീന്റെ ഉള്ളിൽ ഷഡിയും കുടുങ്ങിയിട്ട് ഒരുത്തി നിൽക്കുന്ന കണ്ടോ? 5 ഉറുപ്പിന്റെ ലേസ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇവൻ എന്തും ചെയ്യും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായി, എല്ലാം കള്ളപ്പണിയാണ്, അത് വേറെ കാര്യം. പക്ഷേ സാരയില്ല, അതെങ്കിലും ചെയ്തായിരുന്നുണ്ടല്ലോ. 5 ഉറുപ്പിന്റെ ലേസിനല്ല മുതലാക്കുന്നതിന് ഒരു കണക്കല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ സാരയില്ല പോട്ടെ എന്ന് വിചാരിച്ചു. നിലത്ത് വെപ്പിക്കാതെ പൊട്ടിക്കരുത്. പക്ഷെ എങ്ങനെ പോയാലും എനിക്ക് ആ ലാപ്ടോപ്പിന്റെ മുകളിൽ ഒരു കണ്ണുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, അതിന്റെ മുകളിൽ സ്റ്റിക്കർ ഉള്ളത് ഓൻ പറിച്ചിട്ടില്ല. ഓരോ സ്റ്റിക്കർ അതിന്റെ മുകളിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ഓന്റെ ബുക്കിന് കൊണ്ടുപോയിട്ട് ഒട്ടിക്കും. കളാനെ വെറും. ഇനി എന്റെ PC സംഭവം തുടക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഈ വാക്യൂം ക്ലീനർ വെച്ച് തുടക്കുന്നുണ്ട്. ഏകദേശം ഈ വാക്യൂം ക്ലീനർ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കാവും. 4 മണിക്കൂർ കണ്ടിന്യൂസ് വർക്കാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഒരു 2-3 മണിക്കൂർ എന്തായാലും കിടിലം പോലെ വർക്കാവും ആ വാക്യൂം ക്ലീനർ. പക്ഷെ 2 ദിവസം ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വാക്യൂം ക്ലീനർ ചത്തു. ഇപ്പൊ ഞാൻ തുണി വെച്ച് തുടക്കുവാണ്. എന്താ അറിയത്തില്ല, ചില സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് കഷ്ടപ്പാട്. കറണ്ട് ഇല്ല, അത് ചാർജ് തീർന്ന് മൊത്തം ഊമ്പിയ ദിവസമൊക്കെ വരും ഇതേപോലെ. ഞാൻ ഓരോന്ന് 10-15 മിനിറ്റ് വെച്ചിട്ടാ തുടക്കുന്നത്. ഇവന് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു സാധനം ഇങ്ങനെ തുടച്ചിട്ട് പറയും, ആ തുടച്ച് കഴിഞ്ഞ് ഞാനത് തുടച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് എന്താ ഞാൻ ചിരിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ചിരിച്ചിരുന്നാലെ ചെക്കൻ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ഷഡിലൊന്നും തൂറാത്ത നല്ല ചെക്കൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞങ്ങ് ചെയ്തേരും. റൂമിൽ കുറെ പൊടി ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇടുന്നത് കൊണ്ട് കുറച്ചധികം പൊടി വരും എങ്ങനെ പോയി കഴിഞ്ഞാൽ റൂമിൽ. അതുകൊണ്ട് എനിക്ക് ദിവസം ക്ലീൻ ചെയ്യാറില്ല. എപ്പെങ്കിലും ഞാൻ ഇങ്ങനെ ആഴ്ചക്ക് 2 ആഴ്ചയെല്ലാം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യും. കാരണം 2 ആഴ്ചയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ റൂം എപ്പോഴും ഒരു പുതിയതുപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനോട് അലമാര തുടക്കാൻ പറഞ്ഞതാണ്. പാവ അലമാര എത്തുന്നില്ല, തുള്ളിത്തൊള്ളിട്ടൊക്കെയാണ് തുടക്കുന്നത്. കുറെ സംഭവം ഞാൻ തുടച്ചിട്ട് എനിക്ക് മതിയായി. ലാസ്റ്റ് എല്ലാം ഇവന്റെ തലയിൽ തന്നെ ഇട്ടിടും. ഞാൻ 5 ഉറുപ്പിന്റെ ലേസ് വാങ്ങിച്ച് ഞാൻ എനിക്കൊരു 10 ഉറുപ്പിന്റെ ലേസ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ബാക്കിയും കൂടി തുടക്കാൻ ആത്മാർത്ഥമായിട്ട് തുടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കള്ളപ്പണിയാണ്, വേറെ കാര്യം. അതിന്റെ ഇടയ്ക്ക് നമ്മളെ കറണ്ട് വന്നായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ തുടച്ച് പകുതി മുക്കാൽ തീർത്തുന്ന പിന്നെ നിലം കൂടി മൊത്തത്തിൽ അങ്ങ് ഇതാക്കി കളയാന്ന് വിചാരിച്ചു വാക്യൂം ക്ലീനർ വെച്ചിട്ട്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് വയറിന്റെ ഉള്ളിൽ ഗുളുകള് എന്തേലും പണിയെടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ തപ്പുടിടാൻ മുട്ടും. പിന്നെ കുണ്ടിയും പിടിച്ച് ഓടി ഞാൻ തപ്പുടിടാൻ വേണ്ടിയിട്ട്. ഞാൻ തപ്പുട് ഇട്ടിട്ടില്ല. നമ്മള് മോഹൻലാലായാലും ശരി മമ്മൂട്ടി ആയാലും ശരി ആരായാലും ശരി തൂറാമുട്ടിയെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ കക്കൂസ് തേടിയിട്ട് ഓടി തൂറിയിട്ട് വരേണ്ടി വരും. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എന്റെ വാക്യൂം ക്ലീനർ വെച്ച് റൂമിൽ കുറെ മുടിയും അതേപോലെ പൊടിയൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഇവ സെറ്റ് ചെയ്തതാണ്. ഇതുണ്ട് നല്ല നേരൊക്കെ നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവനെ കൊണ്ട് ഇങ്ങനത്തെ കുറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതേണ്ട കട്ടുമെന്ന് നീന്താൻ പഠിക്കുന്നത് നോക്കിക്കേ, ചിരിച്ചേ. ചിരിക്കാൻ പറയാൻ 32 പല്ലല്ലേ, 42 പല്ലും കൂടി അവൻ പുറത്തോട്ടിട്ട് ചിരിച്ചു. അങ്ങനെ ഏകദേശം ഞാൻ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി മെനയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം പൊടിയെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓല മാത്രം കാണിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓളിവിടെ 4 ദിവസമായിട്ട് പനിയാണ്. പനി പിടിച്ച ചത്ത അവസ്ഥയിലാണ്. ഓക്കെ എണീക്കാൻ പോലും പറ്റുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, എല്ലും തോലും പോലെ ആയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടി കറണ്ട് പോയായിരുന്നു. എനിക്ക് പിന്നെയും കറണ്ട് തിരിച്ചു വന്നു. എന്താ സുഖം. അങ്ങനെ ലേറ്റ് എല്ലാം കത്തി ചേച്ചിക്ക് വീഡിയോ എടുക്കേണ്ട പരിപാടിയാണ്. ഇപ്പറൊരു ലൈറ്റ് അപ്പുറം ലൈറ്റ് രണ്ടും എന്റെ അണ്ണാക്കിൽ അടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല. കുറച്ച് അങ്ങോട്ട് മാറ്റി എന്നാലും എനിക്ക് മുഖത്ത് കറക്റ്റ് ലൈറ്റ് കിട്ടത്തും. ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കും, എനിക്ക് ക്യാമറ വെക്കും, എനിക്ക് അപരാധം പറയും, എല്ലാ അപരാധം വിളിച്ചു പറയും. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ അവനെ മുന്നിൽ നിർത്താറില്ല. കാരണം എന്റെ കോൺസെൻട്രേറ്റ് പോകാണ്ട് ഞാൻ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് സംഭവം കാണിച്ചാൽ ഇപ്പുറത്തേക്ക് നോക്കിക്കാൻ ഒരുത്തിനെ ഇവിടുന്ന് തുള്ളിക്കളിക്കുന്നതാണ് റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. എന്നെയും കയറ്റി എന്ന് പറഞ്ഞിട്ട് തുള്ളിക്കളിക്കുന്നുണ്ട്. റൂമിൽ കയറ്റണമെന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ആക്റ്റീവ് മോനോടെ കിടന്ന് ചിരിച്ചിട്ട് എന്റെ കോൺസെൻട്രേഷൻ പോകും. അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനോട് തന്നെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെക്കും. കാരണം എന്തായാലും എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഞാൻ അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് ഫുൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഭയങ്കര പ്രൊഫഷണൽ ആയി. ഈ കണ്ടന്റ് ക്രിയേറ്റിന്റെ ഏറ്റവും പെയിൻഫുൾ പാർട്ടാണ് ഈ എഡിറ്റിംഗ്. എന്റെ മോനെ എനിക്ക് വെറുതെ പോയൊരു സംഭവമാണ് ഈ എഡിറ്റിംഗ്. ഇരുന്ന് മനസ്സിന്റെ കുണ്ടി താമ്പ് വന്നു. എത്ര കൊല്ലായി ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് അറിയാം ഗൈസ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം കുറെ എഡിറ്റ് 3 മണി 3:30 ആയിട്ടുണ്ട്. 4 മണിക്ക് ജിമ്മിന് പോകും. അപ്പൊ എന്റെ വയറൊക്കെ ഒന്ന് വിശന്ന് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. 2 ആൾക്കാർ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഇവനും ഞാനും ഏകദേശം ഒരു സെയിം വൈബിൽ അങ്ങനെ ഒത്തുപോകും. പക്ഷെ ഓളും ഞാനുമായിട്ട് അത്ര വലിയ രീതിക്ക് ഒത്തു പോവാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓള് എന്റെ അടുത്ത് അധികം അങ്ങനെ വരാറില്ല. ഇവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് വരാറുള്ളത്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരുന്നപ്പോഴത്തേക്ക് നീ ഇവിടെ കിടന്ന് കളിച്ചു പറഞ്ഞാൽ എന്റെ ഗെയിം കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ഡ്രസ്സൊക്കെ മാറ്റി. കാരണം ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ നല്ലോണം തിന്നണം. എന്താ തിന്നാളെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും തിന്നണം. നല്ല വിശന്നുണ്ട്. ഞാൻ താഴത്ത് വന്നപ്പോൾ നല്ല ചിക്കൻ കറി. പക്ഷെ ഇവിടെ ആരോ മറ്റേ അരിപ്പൻ
അങ്ങനെ വെച്ചിട്ട് ഫുള്ളി ചിക്കൻ എടുത്തോണ്ട് പോയി. ഒരു കറി മാത്രമേ ഉള്ളൂ. എല്ലാവരും ഞാൻ എപ്പോഴും ലാസ്റ്റ് തിന്നാൻ വരും. അപ്പത്തേക്ക് ഇവിടെ മറ്റേ കോട്ട് പോലും ബാക്കിയുണ്ട്. ഇതെന്റെ ഇത് കോയിന്റെ കുണ്ടി അങ്ങനെ തോന്നുന്നു, കരള എന്തോ ഒരു സാധനം. എല്ലാവരും പുരക്ക് കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മോനെ, തിന്നുന്ന എല്ലാം തിന്നിട്ട് പോകും. എന്റെ ചിക്കൻ എടുത്തിട്ട് തിന്നോന്റെ കുണ്ടി വേണ്ട. എന്റെ പുരക്കാരായതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റും. തിന്നോട്ടെ മൈ ഉള്ള വെച്ചിട്ട് തിന്നാം. ചോറ് വരെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതാരും ഇത്രക്ക് ഇങ്ങനെ എടുത്ത് തിന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും എനിക്ക് പിന്നെ അത്രക്കോരൊന്നും വേണ്ട. പക്ഷെ ഇപ്പൊ ഞാൻ ജിമ്മിന് പോകുന്നതുകൊണ്ട് കുറച്ചധികം തിന്നുന്നുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് ചിക്കൻ കറിയിൽ ഇങ്ങനെ എല്ലൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ക്ലീൻ പീസാണ് ഭയങ്കര ഇഷ്ടം. എല്ലൊക്കെ ഉള്ള ചിക്കൻ കഷ്ണം ഇല്ലാതെ തിന്നുമ്പോൾ എനിക്ക് ചാൻ പറ്റും. എനിക്ക് ഇങ്ങനെ എല്ലും കൊട്ടൊക്കെ എല്ലൊക്കെ കടിച്ച് പറിച്ച് തിന്നൊന്നും ഇഷ്ടമല്ല അതിനെ പോലെ. അപ്പൊ എങ്ങനെയാണ് ചിക്കൻ കറി ചോറ് പപ്പടം കൂടി തിന്നണ്ടേ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ഇത് സൂക്ഷിച്ച് കണ്ടേ നിങ്ങൾക്ക് കൊതി വരും. ഞാനാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് കൊതി വരുന്നു. ആദ്യം ഒരു കഷ്ണം പപ്പടയില്ലേ ഇങ്ങനെ പൊട്ടിച്ചിട്ടില്ലേ, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചോറിന്റെ മണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു കഷ്ണം ചിക്കൻ ഇങ്ങനെ എടുക്കണം. ആ ചിക്കനിൽ നെയ്യ് ഉണ്ടാവും, നല്ല കറിയും ഉണ്ടാവും. എന്നിട്ടില്ല ചോറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ആ പപ്പടം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടും കൂടി ഇങ്ങനെ കുഴച്ചിട്ടില്ല, നല്ല വിശന്നിട്ടില്ല ഇരിക്കുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വായിലേക്ക് ഇട്ടിട്ട് എന്റെ മോനെ ഏതാ ടേസ്റ്റ്. കുറച്ച് കൊതി തോന്നില്ല നിങ്ങൾക്ക്? അധികം കൊതിക്കണ്ട, എനിക്ക് തൂറാൻ മുട്ടും. ഞാൻ തിന്നിട്ട് ബാക്കിയുള്ള ഒരു കൊട്ട് ഞാൻ ഇവനിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ പുരക്ക് 4-5 പൂച്ചയുണ്ട്, എല്ലാം ചത്തുപോയി. 2 നായി പിടിച്ച് പോരാണ്ട് 4 പൂച്ച ഉണ്ടായിരുന്നു. 4 പൂച്ചയിലും 3 പൂച്ച അസുഖം വന്ന് ചത്തുപോയി ഗൈസ്. ഇവനിക്കും അസുഖമായിരുന്നു കുറെ കാലം. ഇവനിക്ക് നിങ്ങൾ എന്റെ ഫസ്റ്റ് ബ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു കുഞ്ഞി പൂച്ചയായിരുന്നു ഗൈസ്. ഇവന് തിന്നാൻ കൊടുത്ത് ഞാൻ ഇപ്പൊ ഇത്രയും വളർത്തിയത്. ഏകദേശം 4 പൂച്ചന്റെ ഒപ്പം തന്നെ ഇവനിക്കും അസുഖം പിടിച്ച് അവര് 4 പൂച്ച ഏകദേശം കുറെ കാലം അസുഖം പിടിച്ച് ഫുഡൊന്നും കഴിക്കാണ്ട് പട്ടിണിടുന്ന് ചത്തുപോയി. പക്ഷെ ഇവന് മാത്രം ചാവണ്ട വക്കത്തുനിന്ന് ഞാൻ ഫുഡും പാലും ഒക്കെ കൊടുത്ത് എങ്ങനെയോ ജീവിപ്പിച്ചത്. പക്ഷെ മറ്റേതൊന്നും ഞാൻ ഫുഡൊന്നും കൊടുത്തിട്ട് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പം മാത്രമായിരുന്നു കുറച്ചെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് സർവൈവ് ചെയ്തത്. ഇവനെ എനിക്ക് കിടത്തില്ല എന്ന് വിചാരിച്ചു, ചത്തുപോകുന്ന ഉറപ്പ് എനിക്ക് തോന്നിയതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. ഇവൻ മാത്രമേ എപ്പോഴും കഴിച്ചു. എന്റെ തക്കുടി ശുണ്ടാപ്പയാണ്. ഒരു പാവ പൊട്ടം പൂച്ചയാണ് കഴിച്ചു, ബുദ്ധിയൊന്നും ഇല്ല. എന്നെ പോലെ തന്നെയാണ്. തിന്ന അവിടെ നിന്ന് ഇവനിക്കും തൂറണം. കണ്ട പുല്ലിൽ നല്ലോണം മുക്കുന്നുണ്ട്, നല്ല ശുദ്ധ സമാധാനത്തിൽ മുക്കുന്നതുണ്ട്. മുക്ക് നല്ലോണം മുക്കി തൂറ് മുക്കി തീട്ട ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല, എന്റെ യൂട്യൂബ് ചാനൽ ബാൻ ആവും. എനിക്കിപ്പോ ഫുള്ള് മടിയാണ് കഴിച്ച്. ഞാൻ വണ്ടി ഒരച്ചൊന്നും കണ്ട് വെള്ളം അടിച്ച് കയറുന്നത് ജസ്റ്റ് അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും മടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറി നിന്നിട്ട് ഓസ് വെച്ചിട്ട് വെള്ളം അടിക്കുവാണ്. ഞാൻ ഫുള്ള് ഒരു അലസനായിട്ട് ഭയങ്കര ലേസി ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു മടിയനായിട്ട് പോയി മടിക്കണ്ട. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടെ വരെ പോകാൻ പോലും കഴിയില്ല, കുറച്ചൊന്ന് നനച്ചാളോ എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാൻ ഏകദേശം വണ്ടിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് നനച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ കൊണ്ടൊന്നും വരക്കാൻ കഴിയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഫുള്ള് മടിയാണ്. മൂത്തുണ്ട് പൂച്ചൊക്കെ കണ്ടോ, എന്നെ കൊണ്ട് ഒരക്കാൻ കഴിയില്ല, പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല പണ്ടത്തെ പോലെ. പക്ഷെ ഞാനിപ്പോ ജിമ്മിന് പോന്നിട്ട് 10-25 വെയിറ്റ് ഒക്കെ എടുത്ത് അടിക്കും. പക്ഷെ പുരക്കിപ്പോ ഒരു വെള്ളം വലിക്കാൻ പോലും എനിക്ക് കഴിയില്ല, മടിക്കാണ്, എന്താണെന്നറിയില്ല. അപ്പൊ ഏകദേശം 4:30 ആയിട്ടുണ്ട്. 4:30ക്കാണ് ഞാൻ ജിമ്മിന് പോകുന്നത്. ജിമ്മിന് പോകുന്നതിന്റെ മുമ്പേ എന്റെ ലുക്കാണ് കഴിച്ചത്. ഇങ്ങനെ എന്റെ സീനല്ലേ, ഓഫ് എന്റെ മൊഞ്ച് കണ്ടിട്ട് എനിക്ക് തന്നെ എന്നോട് പ്രേമം തോന്നുന്നു. മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മുടിയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ്, മുഖത്തൊക്കെ കൊത്തി കിക്കിളായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ലുക്ക്. ഞാൻ ഒരു പൊടനെ കൂടി കൂട്ടുന്നുണ്ട്, ഇവനാണ് ജിം പാർട്ട്ണർ. ഇവിടെ ഫേസ് ഐഡിയ ഒക്കെ ഉണ്ട് ഗൈസ്. ഈ കള്ളനെ കണ്ടോ, ഒരു കള്ളനുണ്ട് ഗൈസ്, ഫീസ് അടക്കാണ്ട് എന്റെ ഫേസും വെച്ചിട്ട് ബാക്കിൽ കൂടെ കയറും. കണ്ട കള്ളനെ പോലെ കയറുന്നുണ്ടോ? ഇവരൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഗൈസ് നാട്ടിലുള്ള. പിന്നെ ഇതേപോലെ ഫീസൊന്നും അടക്കാണ്ട് കള്ളനെ പോലെ കയറി ജിമ്മിൽ കളിക്കുന്ന ആൾക്കാരെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമുക്ക് ഈ വീഡിയോ കൂടെ ഇവന്മാരെ എക്സ്പോസ് ചെയ്യാം. ജിമ്മിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കുറച്ചാകുമ്പോൾ ഇങ്ങനെ തരിച്ചിരിക്കും, എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല. എന്തെല്ലാം ചെയ്യേണ്ടത് ഒന്നും തിരിയാണ്ട് ഇങ്ങനെ ആലോചിക്കും. അതടിക്കണോ ഇതടിക്കണോ, ചെസ്റ്റ് കളിക്കണം, ലെഗ് കളിക്കത്തേ ഇല്ല, എനിക്ക് മടിക്കാം. അങ്ങനെ ഞാൻ മനസ്സോടെ ഷൂ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാം ഇടുന്നുണ്ട് ഫുള്ള്. ഇതൊക്കെ ഇട്ട് മൊത്തം ഒന്ന് സെറ്റായി 2 അടി അടിക്കുമ്പോൾ നമ്മളൊന്ന് ഓണാവും. പക്ഷെ ഫസ്റ്റ് കളിക്കുന്ന സമയത്ത് നമുക്കൊരു എന്തോ ഒരു മൂഡൊന്നും സെറ്റ് ആവത്തില്ല. ഫസ്റ്റ് മൂഡൊന്നും സെറ്റ് ആവണം. പിന്നെ കുറച്ച് ഷോ ഓഫ് ആക്കുന്നുണ്ട് കണ്ണാടിന് മുമ്പിൽ പോയിട്ട്. ഞാൻ സാധാരണ വർക്കൗട്ട് ചെയ്യാൻ വർക്കൗട്ട് ചെയ്ത് പോക്കാറുണ്ട്. സാധാരണ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. എനിക്കിങ്ങനെ പട്ടി ഷോ ഓഫ് കളിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കുകയാണല്ലോ, അപ്പം കുറച്ച് പട്ടി ഷോ ഓഫ് വേണമല്ലോ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയാത്തൊരു സത്യമുണ്ട്, ഞാനൊരു ജിം ട്രെയിനറാണ്, സർട്ടിഫിക്കറ്റഡ് ഉള്ള ഒരു ജിം ട്രെയിനറാണ് ഞാൻ. അതാണ് പഠിച്ചത്. ഞാൻ 1 കൊല്ലമായിട്ട് ജിം ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടക്കായിരുന്നു ഞാൻ യൂട്യൂബ് ചാനലിട്ട് അവരാധം തുടങ്ങിയത്. അപ്പൊ ഗൈസ് ഞാൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മൾ മൊബിലിറ്റി എക്സസൈസ് ചെയ്യണം. നമ്മൾ ജോയിന്റിനുള്ളിലുള്ള ഫ്ലൂയിഡ് ഒക്കെ വളരെ ഫ്രീ ആക്കണം. അല്ലെങ്കിൽ അപ്പാട് പോയിട്ട് 10-20 എടുത്ത് അടിക്കാൻ നിൽക്കട്ടെ, എല്ലാം കുളിക്കിട്ട് അവിടെ കിടക്കേണ്ടി വരും. ഇതാണ് പൂമ്പാറ്റ ഫ്ലൈ. ഞാൻ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഇനി എല്ലാവരും കൂടി ഇത് പൂമ്പാറ്റ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ട. കാല് മൊബിലിറ്റി ചെയ്യണം, അര മൊബിലിറ്റി ചെയ്യണം, എല്ലാ മൊബിലിറ്റി, ജോയിന്റ് ഒക്കെ ഫുൾ ഫ്രീ ആക്കണം. 2 അപ്പിടുന്ന ടൈപ്പിൽ ഓഫ് ഇരിക്കണം. ഇതിന്റെ പേരാണ് സ്കോട്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവനിക്ക് ഒരു പ്രാങ്ക് കൊടുത്തു. ഇവനിക്ക് ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഷൈ ആണ്. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, നീ
അവിടെ വന്ന് ഫ്ലെക്സ് ചെയ്യണമെന്ന്. ഇവനിക്ക് ഞാൻ ഇവിടെ തടിയിൽ ക്യാമറ വെച്ച കാര്യം അറിയത്തില്ല. ഇവൻ പെട്ടെന്ന് കാണുന്ന മൂഞ്ചി പോക്കണ്ട പറ്റിച്ച് ഞാൻ പറ്റിച്ച്. അങ്ങനെ നമ്മൾ ഇന്ന് ബാക്ക് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു മെഷീൻ ഇട്ടിട്ടാണ് അടിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ഒന്നും നോക്കി ചിരിക്കണ്ട, കാരണം എനിക്ക് വെയിറ്റ് ഒന്നും പോകുന്നില്ല. കാരണം കുറെ കാലത്ത് ശേഷം ഞാൻ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള ജിമ്മിന് കയറിയിട്ട് ബോഡിയൊക്കെ സെറ്റ് ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ നീഡ് ഒരു 3 month എങ്കിലും. 3 month കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ വെയിറ്റ് ഒക്കെ ഇടുന്ന കണ്ട് നിങ്ങൾ അണ്ണാക്കെല്ലാം പൊളക്കും. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചത് കൈസ് വെയിറ്റ് ഒക്കെ എന്താന്നുള്ളത്. വെയിറ്റ് ഒന്നും ഒരു വെയിറ്റ് അല്ലേ. ഇവനിക്ക് ഇതൊന്നും ഒരു പുതിയ ഇവൻ 4-5 മാസമായി ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നത്. അതുകൊണ്ട് ഇവന് കൂളായിട്ടില്ല അടിക്കുന്നത്. ഞാൻ മുക്കിയിട്ടാണ് അടിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റൈല് കണ്ടോ? ഞാൻ അടിക്കുന്ന സ്റ്റൈല് ഇത്ര കാലം ഞാൻ വർക്കൗട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റൈല് എന്റെ പൊസിഷനിലൊന്നും ഒരു മാറ്റിയില്ല. കുണ്ടി വെച്ച് സസ്കി ലുക്ക്. ഓ മൈ ഗോഡ്, എന്താ അറിയില്ല, എനിക്ക് തന്നെ എന്നോട് ക്രഷ് തോന്നുന്നു കണ്ടിട്ട്. നിങ്ങൾ ഇങ്ങക്ക് അടിക്കാൻ പറ്റും ഇങ്ങനെ. അങ്ങനെ 2 അടി അടിച്ചതിന് ശേഷം കണ്ണാടി പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ അടിച്ചത് പുറത്താണെങ്കിലും മുഖക്കാണ് പോയിട്ട് കണ്ണാടിയിൽ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയാണ് വലി. ഇത് വടംവലിയല്ല, ഇതാണ് എന്തോ വലിയായിരുന്നു, എന്തോ ഒരു വലിയാണ്. അപ്പൊ ബാക്കൊക്കെ ഇങ്ങ് പൊളന്ന് വരുന്നുണ്ട്. കുറച്ചൊരു 3-4 മാസം കയ്യട്ടറ ഇങ്ങക്കെല്ലാം കാണിച്ചു തരണം. അപ്പൊ ഇരുന്നടി കഴിഞ്ഞ് കിടന്നടി കഴിഞ്ഞ് ഇതാണ് പറന്നടി. ഇത് പറന്നടിയാണ്. ഓരോ അടിയുണ്ട് ഗൈസ്. ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കളി നിങ്ങൾക്ക് അറിയുന്നതിനെക്കാട്ടും നല്ലോണം അറിയാം. അങ്ങനെ 2-3 അടിക്ക് ശേഷം ഞാൻ വേർത്ത് എക്സോസ്റ്റഡ്. പണ്ടത്തെ ഒരു സ്റ്റാമിന ഒന്നും ഇല്ല ഗൈസ്. പെട്ടെന്ന് തളരുന്ന. ഐ നീഡ് 3 months. ഐ വിൽ റിക്കവർ മൈ എവരി സ്റ്റാമിന. ഈ വെയിറ്റ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ചിരി വരും. അയ്യേ ചെറിയ വെയിറ്റ് ഒക്കെ ഇട്ട് അടിക്കുന്നതെന്നെല്ലാം പറയും. നിങ്ങൾ നോക്കിക്കോ, ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഞാൻ പുഷ്പം പോലെ ഇട്ട് അടിക്കും. ഇതൊന്നും സത്യം പറഞ്ഞ എനിക്ക് പൊന്തുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അടിയിലൊരു സസ്കി ലുക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സസ്കി ലുക്ക്. പക്ഷെ ചെറിയ വെയിറ്റ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം പമ്പാകുന്നുണ്ട് ഗൈസ്. കാരണം കുറെ കാലത്തിന് ശേഷം ഞാൻ ജിമ്മൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എന്നാലും എന്റെ മസിലൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ചെറിയ രീതിക്ക്? എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ലുക്ക് അവരെ കാര്യം. ഞങ്ങൾ ജിമ്മിലുള്ള അപരാധം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോവാണ്. എന്റെ മൊത്തം കഴിഞ്ഞ് ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ ഇന്ന് വിങ്സും ബൈസും ആണ് കളിച്ചത്. 4 വിങ്സും 3 ബൈസും, അല്ല 2 ബൈസും, 6 വർക്കൗട്ടാണ് ടോട്ടൽ. ഞാൻ തിരിച്ച് പൊരക്കാത്ത ഇവൻ പറയുന്നതാണ്, ഇവന് കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് യൂട്യൂബിൽ. എന്നിട്ട് പറയണേ എല്ലാരെ പൊരക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമ്മളെ പൊരക്ക് മാത്രം സ്വിമ്മിംഗ് പൂൾ ഇല്ല. എന്നിട്ട് അവിടെ കിടന്ന് കരയുന്ന സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പൊ ഇവനോട് പറഞ്ഞു, നിന്റെ ഉപ്പാനോട് പോയിട്ട് പറ സ്വിമ്മിംഗ് പൂൾ ഇവിടെ വെച്ചരാന്. തമാശക്ക് പറഞ്ഞതാണ്. അത് ഓനക്ക് സ്വിമ്മിംഗ് പൂൾ നിലത്ത് പോലെ പോലും ഒരു ബാർപ്പിന്റെ മുകളിൽ വേണം പോലും. വന്നപാടെ തന്നെ നല്ല പയമ്പൂരി ഒരു മുട്ട പൊരിച്ചിട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കാൻ എന്നുള്ള കാര്യം എന്നോട് മറന്നുപോയി. വന്നപാടെ നിന്നുള്ള വിശൽ അങ്ങ് തിന്നുപോയി. നിങ്ങൾക്ക് കവറ് മാത്രം കാണിച്ചിട്ട് ആ തിന്ന് കഴിഞ്ഞ് കഴിച്ച് അതിന്റെ പൊടി കൊണ്ട് കുറച്ച് നിങ്ങൾ വേണം നോക്കിക്കോ. അങ്ങനെ ഒരു സാധനം ഞാൻ തിന്നിനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ലൈവ് ഒക്കെ ഇടാൻ ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ലൈവ് ഇടാൻ പോകണം. അപ്പൊ ഏകദേശം ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നല്ലോണം തിന്ന, എന്നിട്ട് നല്ലോണം കിടന്നുറങ്ങാണ്ട് ആവിയൊക്കെ ഇട്ട് തുടങ്ങി നല്ലോണം കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് തപ്പിടണം. ഓക്കെ ബൈ.